കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ആവർത്തിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഒരു പാർട്ടിക്ക് വേണ്ടത് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് കഴിവുള്ളവരാണെന്ന് കണ്ടാലേ ജനങ്ങൾ കൂടെ നിൽക്കൂ. കേരള കോൺഗ്രസ് ചെയർമാൻ ലീഡർഷിപ്പിൽ തന്നെ ഉണ്ടാകും. മത്സരിക്കുമെന്ന് പറയുന്നതാണ് കോൺഫിഡൻസ്. മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിൽ ജോസ് മത്സരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. കേരള കോൺഗ്രസ് ചെയർമാന് സ്ഥാനാർത്ഥിത്വമില്ലെന്ന് പറഞ്ഞാൽ ഇതെന്താ നാഥനില്ല കളരിയാണോ? ചെയർമാൻ മത്സരിക്കും, റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പാർട്ടിയുടെ കോൺഫിഡൻസിന് ജനങ്ങളുടെ അംഗീകാരം നേടും. ജോസ് കെ മാണി പാലയിൽ തന്നെ മത്സരിക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് മുമ്പേ പറഞ്ഞതാണെന്ന് റോഷി അഗസ്റ്റിൻ മറുപടി നൽകി. ഇനി പാർട്ടിക്ക് തീരുമാനം കൈക്കൊള്ളാം. പാർട്ടി തീരുമാനമെടുക്കുമെന്ന് ചെയർമാൻ പറഞ്ഞിട്ടുമുണ്ട്. പാലയിൽ മത്സരിച്ച വ്യക്തിയാണ് അദ്ദേഹം. പാല നഷ്ടപ്പെടുത്തേണ്ട സീറ്റല്ല. തെറ്റുകൾ തിരുത്തി മടങ്ങി വരുമെന്ന് ചെയർമാൻ തന്നെ പാലയിൽ പ്രസംഗിച്ചതാണ്. പാലയെ കാണാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലല്ലോ. പാർട്ടിയുടെ തീരുമാനത്തെക്കുറിച്ചാണ് ചെയർമാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സഡൻ റിയാക്ഷൻ ഒന്നുമല്ല, വളരെ ആലോചിച്ചിട്ടാണ് പറഞ്ഞത്. സഡൻ റിയാക്ഷനായിട്ടാണോ ഒരു കാര്യം പറയുന്നത്? ഇനി തീരുമാനം കൈക്കൊള്ളുന്നത് പാർട്ടി ആലോചിച്ചിട്ടായിരിക്കും. അതാണ് ശരി. പാലയിൽ മാത്രമല്ല, കേരളം മുഴുവൻ എൻ്റെ പേര് പറയുന്നുണ്ട് പല വിധത്തിൽ. ഏതായാലും 25 വർഷമായി ഇടുക്കിയിലെ ജനങ്ങൾ എന്നെ സംരക്ഷിച്ചു. ഞാൻ അവർക്ക് വേണ്ടി നിലകൊണ്ടു, മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജോസ് കെ മാണി മത്സരിക്കുമെന്ന് പറഞ്ഞത് ചോരത്തിളപ്പ് കൊണ്ടൊന്നുമല്ല. ഇനി ചെയർമാൻ മത്സരിക്കുന്നില്ല, ഞങ്ങളാരും മത്സരരംഗത്തില്ല എന്നാണോ പറയേണ്ടത്? അനാഥത്വത്തിന്റെ വക്കിൽ നിന്നും ഉയർന്നു വന്നതല്ല കേരള കോൺഗ്രസ്. പാർട്ടിക്ക് നേതാക്കന്മാരുണ്ട്, അവർ മത്സരിക്കും. അങ്ങനെ മത്സരിച്ച് ജനങ്ങൾക്കൊപ്പം നിലനിൽക്കുമ്പോഴല്ലേ ഒരു പാർട്ടി നിലനിൽക്കുന്നത്. ഞങ്ങളാരും മത്സരിക്കില്ല എന്ന് പറയുന്നതാണോ മഹാത്മ്യം? തീരുമാനം പാർട്ടി കൈക്കൊള്ളുമെന്ന് മാത്രമാണ് ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞതെന്നും റോഷി അഗസ്റ്റിൻ വിശദീകരിച്ചു.